നമുക്ക് പോവാം. നീ പറഞ്ഞ ഉള്ള എന്നെ തന്നെടേ 2 ദിവസം കഴിഞ്ഞ് അവര് വരുവാ. 2 ദിവസം കഴിഞ്ഞ് വരും. അവരെ കൊച്ചിനും കൊണ്ട് അവരുടെ വീട്ടിൽ പോയേക്കുവാ. അപ്പൊ ഇതാരും ഇത് അവരുടെ ഭർത്താവിന്റെ വീടാ. അങ്ങനെ വിടാ? അങ്ങനെ ഗൾഫിലാടേ. ക്രിസ്മസ് ആയിട്ട് അങ്ങനെ ലീവിനൊന്നുമില്ലേ? ഇവിടെ നിനക്ക് എന്തൊക്കെ അറിയണോടാ? അല്ല ക്രിസ്മസ് അല്ലേ, അപ്പോഴും കുഴമ്പ് അമൃതാഞ്ചം തരും. നീ ആദ്യം മാർക്ക് ചെയ്യടേ. മാർക്ക് കുഞ്ഞി വീട് തന്നെ മാർക്ക് ചെയ്തല്ലേ മാറിപ്പോയോ? ഞാനടാ തീപ്പര ഉണ്ണി. നിനക്ക് പ്രാന്തായോ? എനിക്ക് പ്രാന്തല്ലടാ, ബുദ്ധിപരമായിട്ട് ചെയ്തല്ലേ. അഥവാ പോലീസ് പിടിച്ചാ പോലീസിന്റെ പറയാലോ കരോലിന് വന്ന ക്രിസ്മസ് അപ്പൂപ്പനാണെന്ന്. അപ്പൊ ഞാനാരായിരുന്നു പറയും? നീ ഉണ്ണേഷു. നല്ല ഐഡിയ ആണല്ലേ. ഐഡിയ എന്നല്ലേ ചിരിച്ചോണ്ടിരിക്കുന്ന മതിലടാ നോക്കാം. ഈ കാലമാർക്ക് ഉറക്കമൊന്നുമില്ലേ? കാണാനൊന്നും പറ്റില്ല. അയ്യോ, ഈ കമ്പി എങ്ങനെ ഇനി അറക്കണോ? എടാ ഇത് വെച്ച് തുറക്കാൻ പറ്റുമെന്ന് തോന്നല്ല. നീ ഒരു കാര്യം ചെയ്യും, ഇത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും നോക്കി. ഞാൻ വേറെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ എടുത്തോണ്ട് വരാം. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞേ. ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഏട്ടാ ഇപ്പോട്ടോ ഇങ്ങോട്ട് പോയി. ഇതെവിടെ നീട്ടി? അടുക്കളയിൽ. നീ ഇങ്ങനെ അടുക്കള കയറി? കഥ തുറന്ന് കയറി. ചാവി എവിടെ നീട്ടി? ചാവി കയറി വന്നപ്പോ ചട്ടിയോടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാ ഇതിട്ട് അറക്കുന്നേ? അങ്ങോട്ട് പറ്റ. സുനി, അധികം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്കൊരു കസേര എടുത്ത് തരട്ടെ? എടാ അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കൈ കിട്ടുന്ന എന്തോ എടുത്തോണ്ട് പൊയ്ക്കോണം. നീ എന്ന് വെച്ച് നീ അമൃതാഞ്ജലി വായിക്കേണ്ടി വരില്ലേ? പറഞ്ഞേക്കാം. പിന്നെ ഗൾഫാന്റെ വീട്ടിൽ അവലോസം ഉണ്ടായിരിക്കും. ഇങ്ങോട്ട് വാടാ. ഇവിടൊന്നും ഒന്നും ഇല്ല ഇവിടെ. ഞാൻ അപ്പോഴേ പറഞ്ഞു ഗൾഫാന്റെ വീട്ടിലൊന്നും കയറണ്ടെന്ന്. ഇപ്പോഴൊന്നും ഗൾഫാന്റെ വീട്ടിൽ ഒന്നും ഇല്ലെന്ന്. വല്ല യൂട്യൂബിന്റെ വീട്ടിൽ കയറിയില്ലേ കോടികളാണ്, കോടികൾ. എന്തെങ്കിലും കാണും, നീ നോക്ക്. തിരുപ്പല നിനക്ക് വേണോ? വെച്ചോ, ആവശ്യം വരും. ബോഡി ഷെയിം ചെയ്യണോ? വേണ്ടെങ്കിൽ വേണ്ട, നമ്മളൊന്നും പറഞ്ഞില്ലേ. നീ പറയണ്ട. അയ്യോ നാട്ടിൽ നന്മകൾ നിറയ്ക്കുവാനായി വന്നവൻ യേശു. ക്രിസ്മസ് നാളിൽ നീ പിറന്നവനല്ലേ നീ. പാലം കാത്തുവച്ച രക്ഷകൻ നീ നന്മയായി വന്നവനല്ലേ. ഉണ്ടാതിരുന്ന് അവരങ്ങ് പൊയ്ക്കോളൂ. അണ്ണാ ഇവിടെ ആളുണ്ടെന്ന് തോന്നുന്നില്ല അണ്ണാ. ശരിയാണോ? നമ്മൾ കുറെ നേരമായിട്ട് കൊട്ടയില്ലേ, ഇവിടെ നിങ്ങളൊന്ന് ഫോൺ എടുത്ത് വിളിച്ചു നോക്കിയാൽ. കഷ്ടപ്പെട്ട് പാട്ടെഴുതിയൊക്കെ വെറുതെ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കണ കേസല്ലാന്ന്.
ഹലോ ചേട്ടാ. എടി ആണ്ടെ വീട്ടിന്റെ വെളിയിലെ ക്രിസ്മസ് കരോളൊക്കെ വന്നു നിൽക്കുന്നു. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു? വെളിയിലുണ്ടല്ലോ. ഏത് വീടിന്റെ? എടി വർക്കല, നമ്മുടെ വീടിന്റെ. ഞാൻ വെഞ്ഞാറമൂടില് വന്ന് അവിടെ ഒറ്റയ്ക്ക് നിന്ന ബോറടിക്കത്തില്ല. ഇവിടെ ആകുമ്പോ അച്ഛനും അമ്മയും എല്ലാരും ഉണ്ടല്ലോ. ഹലോ ഹലോ. അണ്ണ ഇന്നാണ് ഗൾഫിൽ നിന്ന് വന്നത്. ഭാര്യയ്ക്കും കൊച്ചിനാണെങ്കിലേ ഒരു സർപ്രൈസ് കൊടുക്കണം. അതിനാണ് നിങ്ങളുടെ അടുത്തൊക്കെ വരാൻ പറഞ്ഞ. കരോളൊക്കെ ആയിട്ട് അമ്മ കളറാക്കണം കേട്ടോ. കൂടെ നിന്നോളണേ. ഓക്കെ. ഞാൻ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. വാ. ഇതെങ്ങാനും വല്ല നടക്കോ? ഇങ്ങോട്ടാ അന്നേ. എന്നാ എപ്പോഴും നമ്മൾ അങ്ങോട്ട് പോയാലോ? വെഞ്ഞാറമൂട് കേട്ടോ. നോക്കി തന്നെ പോണം, ഒന്നും കാണാൻ പറ്റുന്നില്ലടാ. എന്തോന്നാണ് നീ കാണിക്കുന്നത്? ഇവിടെ വെട്ടമില്ലാത്തൊന്നും കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ലൈറ്റ് ഇടണം. ലൈറ്റ് കത്തി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഓടിക്കോ. ആളില്ലാത്ത വീട്ടില് ശബ്ദവും കേട്ട് ലൈറ്റും കത്തി. അതെങ്ങനെ? ഇനി വല്ല കുറുവാ സംഘമായിരിക്കും. വാ നോക്കാം. അത് കൂടാൻ പറ്റൂ, അത് കൂടാൻ പറ്റൂല. ഞങ്ങൾക്ക് ഊർക്കറിയല്ല. ഓടുങ്ക ഓടുങ്ക. അണ്ണാ തമിഴ്, ഇത് കൊറുവ സംഘം തന്നെ. ഓടണ്ട ഓടണ്ട ഓടണ്ട, പിടിയണ്ട. തമിഴിലേക്ക് ബസ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള എന്റെ ചെറിയ നമ്പരായിരുന്നു. ഇത് കൊറുവ സംഘം എന്ന് പറഞ്ഞ് പോലീസ് വിളിച്ചോണ്ട് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഓടിയാൽ ശരിയാവത്തില്ല. നിങ്ങൾ അങ്ങോട്ടോട്, ഞങ്ങൾ ഇങ്ങോട്ടോടാ. വേണം. പോയടാവന്മാര്. ഞങ്ങൾ ആവുന്ന അത്ര ശ്രമിച്ചടേ. പിടിച്ച് പാടാ. എങ്ങോട്ട് പോവാൻ? ഹായ്, നല്ല മുടി. 450 രൂപ. അമ്മ ഇത് ഞാൻ എടുത്തോട്ടെ. മാമനത് വേണ്ടല്ലോ. നാട്ടിൽ നന്മകൾ നിറയ്ക്കുവാനായി വന്നവൻ യേശു. ക്രിസ്മസ് നാളിൽ നീ പിറന്നവനല്ലേ. പാലം Merry Christmas!